റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. കോഴിക്കോട് നിപ രോഗബാധയെന്ന് സംശയം. കോഴിക്കോട് ഫറോക്ക് സ്വദേശിയെ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വകാര്യ ആശുപത്രിയിലാണ് രോഗിയെ പ്രവേശിപ്പിച്ചത്. സ്രവം PCR പരിശോധനയ്ക്കായി അയച്ചു. പരിശോധനാ ഫലം നാളെ കിട്ടും. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. AK അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, ഈ രോഗബാധ സ്ഥിരീകരിക്കുന്നു എന്ന് പൊതുവിൽ പുറത്തേക്ക് അറിയിക്കുമ്പോൾ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൃത്യമായ ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടാകണം. ഏത് മേഖല, അവിടെ സ്വീകരിക്കേണ്ട ജാഗ്രത, കോണ്ടാക്ട് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങൾ? തീർച്ചയായിട്ടും ഇതൊരു പ്രാഥമികമായുള്ള ഒരു വിവരമാണ് ലഭ്യമാവുന്നത്. ഫറൂഖ് സ്വദേശിയാണ് ഇത്തരത്തിൽ രോഗബാധ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ സംശയിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജുമായി അല്ലെങ്കിൽ മെഡിക്കൽ വിഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഇയാളെ ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇയാളുടെ രക്തപരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്, സ്രവ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. നാളെ മാത്രമേ ഈ പരിശോധനാ ഫലം ലഭ്യമാകൂ എന്നാണ് ഇപ്പോൾ DMO അടക്കമുള്ള ആളുകൾ പറയുന്നത്. അതായത് രോഗബാധ സംശയിക്കുന്നു, ഇത് ഫറൂഖ് സ്വദേശിയാണ് എന്നുള്ളൊരു സംശയം കൂടി അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഇയാളെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ ഇപ്പോൾ ആരോഗ്യ വിഭാഗം കടക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം ഇയാളുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവരൊക്കെ ക്വാറന്റൈൻ ചെയ്യേണ്ട നിലയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ രോഗത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട് എന്നടക്കമുള്ള നിർണായകമായ ചില കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നത്. ഏതായാലും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് തന്നെയാണ് ഈ വിവരം പുറത്തു വരികയും ചെയ്തത്. അത്തരത്തിലൊരു സംശയമുണ്ട് എന്ന് തന്നെയാണ്. നമുക്കറിയാം, നേരത്തെ 2 തവണ കോഴിക്കോട്ട് രോഗബാധ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് പക്ഷേ ഏത് മേഖല എന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടില്ല അല്ലേ? തീർച്ചയായിട്ടും ഏത് മേഖലയിൽ നിന്നാണ് രോഗബാധ ഉണ്ടായത് എന്ന് പറയുന്നില്ല. പക്ഷേ ഫറൂഖ് സ്വദേശിക്കാണ് ഇത്തരം രോഗബാധ ഉണ്ടായത് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അത് ആരാണ്, എവിടെ നിന്ന് ഇയാൾക്ക് വന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും അവർ വ്യക്തത വരുത്തിയിട്ടില്ല. ഇക്കാര്യങ്ങളൊക്കെ കൂടുതൽ പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ DMO പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഇയാളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവിടെയാണ് ചികിത്സയിലുള്ളത്. വിവരങ്ങൾ നൽകിയതല്ല, ഏത് ആശുപത്രിയാണ്, ഏത് മേഖലയാണ് എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരാതിരിക്കുക എന്ന് പറയുന്നതിലും കാര്യമില്ല. ഒരു പക്ഷേ പരിശോധനാ ഫലം പൂർണ്ണമായും വരേണ്ടതുണ്ടായിരിക്കാം. പക്ഷേ മുൻകരുതലുകൾ എടുക്കുക ആ മേഖലയിലുള്ളവർ എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ വിവരങ്ങൾ പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്.